കാര്യമാണ് നീയും റബ്ബും തമ്മിൽ ബന്ധമുണ്ടാക്കുന്നത്. നീ ആജിസാണെന്ന് ബോധ്യപ്പെടുത്തുക, നീ ഫാഖിദാണെന്ന് ബോധ്യപ്പെടുത്തുക. നീ ആജിസ്, നീ അശക്തൻ, നീ ലഈഫാണെന്ന് ബോധ്യപ്പെടുത്തുക, നീ ദുർബലൻ, നീ ഫാഖിദാണ്, ഇല്ലാത്തവൻ, നീ ഫഖീറാണെന്ന് ബോധ്യപ്പെടുത്തുക. അവിടെയാണ് അള്ളാഹു നീ തമ്മിൽ ബന്ധം നിലനിർത്തുക. അതിനൊരൊറ്റ കർമ്മയേ ഉള്ളൂ, അത് ദുആയാണ്. ബസ്, കഴിഞ്ഞു, വേറൊന്നുമില്ല. മനസ്സിലായില്ല? നിങ്ങൾക്ക് ചിന്തിക്കണം. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാ? കഴിഞ്ഞു, വർധന കഴിഞ്ഞു, കഴിഞ്ഞു. അതെന്നെ മനസ്സിലായാലും കൂടി പറയാം. അവിടെ അള്ളാഹ്ക്ക് അങ്ങനെ ബോധ്യം. അതെന്താണ്? നീ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണെന്ന് അള്ളാഹുവിലേക്ക് പറയുന്നത് പോലെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല ഒരു കാര്യവും ഇല്ല. അവിടെ നീ ദാസനായി, അവനോട് മക്കാരനായി. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖുസൂസിയത്തുൽ ഉളമ ഏറ്റവും വലിയ പ്രത്യേകത മിഅ്റാജുൻ നബിയാണ്. ഏറ്റവും വലുത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത്. അള്ളാഹുവിൻ്റെ ഹബീബിന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ പ്രത്യേകത മിഅ്റാജുൻ നബിയാണ്. മുസ്തഫ റസൂലുള്ളാഹി അൻ-നബിയുൽ മിഅ്റാജ്, മിഅ്റാജിൻ്റെ നബി എന്നാണ് ഹബീബിൻ്റെ പേര് സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു നബിക്കും ഇങ്ങനെ ഒരു സംഭവം ഇല്ല. മറ്റുള്ളവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഗംഗയും അതിനോടനുബന്ധിച്ച കാര്യങ്ങളുമൊക്കെ റബ്ബ് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലെ ബിജസദിഹി വറൂഹിഹി, ജസദ് കൊണ്ട് തന്നെ മിഅ്റാജിന് പോയ ഒരു നബി ലോക ചരിത്രത്തിൽ ഇല്ല, മുസ്തഫ നബി അല്ലാതെ. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമിൻ കമാ സറൽ ബദ്റു ഫീ ദാജിൻ മിനൽ ളുലമി എന്ന് ബുർദയിൽ പറയുന്നത് പോലെ എല്ലാം അത് ആ വിഷയത്തിൽ മിഅ്റാജിൽ മാത്രം ആയിരക്കണക്കിന് കിതാബുകൾ വിരചിതമായി പോയിട്ടുണ്ട്. ആയിരക്കണക്കിന് കിതാബുകളുണ്ട് മിഅ്റാജിൽ മാത്രം. മിഅ്റാജിൻ്റെ പ്രത്യേകതകൾ, മിഅ്റാജിന് രാത്രി ഹബീബായ റസൂലുള്ളാഹി അനുഭവിച്ചത്, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അത്രയും. മിഅ്റാജിൻ്റെ സമ്മാനമാണ് നിസ്കാരം. നിസ്കാരത്തിന് തന്നെ മിഅ്റാജുൽ മുഅ്മിൻ എന്ന്, അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ എന്ന് ഹബീബായ റസൂലുള്ളാഹി മറ്റൊരു ഇബാദത്തിനും പറയാത്ത ഒരു പേര് നിസ്കാരത്തിന് പറഞ്ഞിട്ടുണ്ട്. നിസ്കാരത്തെപ്പറ്റി ഹബീബ് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിച്ചോളി, അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ, നിസ്കാരം എന്നാൽ അത് മുഅ്മിനിൻ്റെ മിഅ്റാജാണെന്നാണ് ഹബീബ് റസൂലുള്ളാഹി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരം ഒരു മിഅ്റാജാണ്, അത് മിഅ്റാജിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ റജബ് എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട മാസമാണ്. ഒരു വർഷം മുഴുവനും റജബായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കൊതിക്കണം എന്നാണ്. കാരണം അത്രയും പ്രധാനപ്പെട്ട മാസമാണ് റജബ്. ആ റജബിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മിഅ്റാജാണ്. അത് ഇന്ന് രാത്രിയോടുകൂടെ നമ്മുടെ കണക്കനുസരിച്ച് ഇന്ന് മഗ്‌രിബോടുകൂടെ മിഅ്റാജാണ്. വളരെ ഗൗരവമായി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് പറയുന്നത്. ഒരു പൊതു കാര്യം പറഞ്ഞു തരാണ്, ഒരു പൊതു കാര്യം മറക്കരുത്. ഒരു പൊതു കാര്യം പറഞ്ഞു തരാണ്. കർമ്മങ്ങളുടെ കൂട്ടത്തിൽ എന്താണ് മിഅ്റാജിന് ചെയ്യേണ്ടത് എല്ലാവരും ചോദിക്കും. ഒരു വിശേഷ ദിവസത്തിൽ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും. എന്ത് കാര്യം ചോദിക്കും? ഹജ്ജിന് പോയാൽ എന്താ പ്രത്യേകം ചെയ്യേണ്ടത് എന്ന് ചോദിക്കും. അപ്പോൾ എൻ്റെ ആയുസ്സിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ആണ് ഈ പറയുന്നത്. എൻ്റെ ആയുസ്സിൽ ഞാൻ മനസ്സിലാക്കിയത് മൊത്തത്തിൽ ടോട്ടൽ എന്താ ചെയ്യേണ്ടത്, എന്താ ചെല്ലേണ്ടത് അങ്ങനെ ചോദിക്കും. ഇപ്പം ഇതുതന്നെയാണ് ബറാത്തിനും അന്യ റമദാനും. നിർബന്ധ കാര്യങ്ങൾ ചെയ്യുന്ന വേണം. സുന്നത്തുകൾക്കും പ്രാധാന്യങ്ങളുണ്ട്, അത് ദിക്റാണെങ്കിലും മറ്റു അമലാണെങ്കിലും. പക്ഷെ പൊതുവെ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പം ഹജ്ജിന് പോകുമ്പോൾ ചോദിക്കും, അത് എന്താ പ്രത്യേകിച്ച് ചെയ്യേണ്ടത്, എന്താ ഉംറക്ക് പോവാണ് നാളെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച, എന്താ പ്രത്യേകിച്ച് ചെയ്യേണ്ടത്? ഇനി ഞങ്ങൾക്കൊരു പൊതു മറുപടി വരിക, ഇത് നിങ്ങൾ മറക്കണേരുത്. ഇപ്പം ഇന്നലെ വെള്ളിയാഴ്ച രാവാ അല്ലേ, പറയേ, മറക്കരുത്. ഒരു പൊതു കാര്യം പറഞ്ഞൊരു പൊതു ഇനി അതിൻ്റെ മേലെ എനിക്ക് എൻ്റെ ഈ 50
49 വയസ്സിനുള്ളിൽ ഞാൻ കണ്ടെത്തിയ ഇതിനേക്കാൾ വലിയൊരു കാര്യം ഇല്ല. അങ്ങനത്തെ ഒരു പൊതുകാര്യം പറഞ്ഞുതരിക. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമാണ്. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം വലിയ കാര്യമാണ്. അതൊരാൾ മറക്കരുത്. എന്നെ സംബന്ധിച്ച് ഞാൻ അതാണ് ചെയ്യാറുള്ളതും. അതിന് ഇന്നതെന്നില്ല. ഹജ്ജിന് പോയാലും ഉംറക്ക് പോയാലും മെഹറാജിൻ്റെ രാത്രിയാണെങ്കിലും ബറാത്തിൻ്റെ രാത്രിയാണെങ്കിലും റമദാനിലെ പകലാണെങ്കിലും രാത്രിയായാലും അയ്യാമത്തെ ശയ്യക്കാണെങ്കിലും അറഫയാണെങ്കിലും വലിയൊരുനാളായാലും ചെറിയൊരുനാളായാലും വെള്ളിയാഴ്ച രാവായാലും ഇതെല്ലാം കൂടി യോജിച്ച് വന്നാലും മുഹറമിൻ്റെ 1-ാം രാവായാലും 10-ാം രാവായാലും റബീഉൽ അവ്വൽ 12-ാം രാവായാലും എന്താണെങ്കിലും ഒരു പൊതുകാര്യം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. പൊതുകാര്യം അത് മറക്കണേ. അത് നിങ്ങൾ കഴുത്ത് കെട്ടിക്കൊണ്ട് നടക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അത് മറക്കരുത്. അത് അങ്ങനത്തെ ഒരു വിവരം ഞാൻ ഈ പറയാൻ പോണത്. അല്ലാഹു ഗനിയാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു ഗനിയാണ്. ഒന്നും ആവശ്യമില്ലാത്തവനാണ് ആര്? അല്ലാഹ്. ഒന്നും അവന് വേണ്ട. നിസ്കാരം വേണോ? വേണ്ട. നോമ്പ് വേണോ? വേണ്ട. നമ്മൾ ഹജ്ജ് ചെയ്യണമെന്നുണ്ടോ? ഇല്ല. ഹജ്ജ് ചെയ്യുന്നോട് തന്നെ അള്ളാഹ് പറഞ്ഞ എന്താ? സൗകര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി. മനിസ്തത്വാ ഇലൈഹി സബീൽ. അങ്ങനെ തന്നെയല്ലേ പറയും. അതിനർത്ഥം തന്നെ ഒന്നും നിർബന്ധ കാര്യങ്ങൾ ചെയ്യേണ്ടെന്നല്ല, സുന്നത്ത് ചെയ്യേണ്ടെന്നല്ല. പക്ഷെ അതൊന്നും ഒരു മർമ്മല്ല. കാരണം അതൊന്നും അള്ളാഹു തആലക്ക് ആവശ്യമില്ല. ഒന്നും നമ്മൾ നിസ്കരിക്കുന്നു, അള്ളാഹ്ക്കത് ആവശ്യമുണ്ടോ? ഒന്ന് പറമോനെ, അള്ളാഹ്ക്ക് ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ നോമ്പ് എടുക്കുന്നു, അള്ളാഹ്ക്ക് ആവശ്യമുണ്ടോ? ഇല്ല. നമ്മളിപ്പോൾ നോമ്പിന് ഒരുങ്ങി നടക്കുക. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ. അല്ലാഹു തആല സന്തോഷത്തിൽ കൂടാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇക്കൊല്ലത്തെ റമളാൻ ഒരു സന്തോഷത്തിൻ്റെ റമളാനായി, അള്ളാഹിൻ്റെ പൊരുത്തപ്പെട്ട റമളാനിലാകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പോൾ തിരിച്ച് ഇങ്ങനെ വരി. മറക്കരുത്. ഞാനീ പറയാൻ എപ്പോഴും പറഞ്ഞിട്ടില്ല, പറയാൻ പോവാണ്. എന്തിനും അല്ലാഹുവിനെയാണ്. എന്തിനും അല്ലാഹുവിനെയാണ്. നിസ്കാരം വേണോ? വേണ്ട. നിസ്കാരം അല്ലാഹു തആലക്ക് നമ്മളെ നിസ്കാരത്തിലേക്ക് അല്ലാഹ്ക്കൊരു ആവശ്യമുണ്ട്. അല്ലാഹുവിൻ്റെ കാര്യം നടക്കണമെങ്കിൽ നമ്മൾ നിസ്കരിച്ചു കൊടുക്കണം എന്ന് നീ വിചാരിച്ചാൽ നീ അപ്പോൾ ആരാണ്? ഉറക്കൻ പറഞ്ഞാ കാഫിറാണ്. കാരണം അല്ലാഹുവിന് നമ്മുടെ നിസ്കാരത്തിലേക്ക് ഒരാവശ്യവും ഇല്ല. പിന്നെന്താ നിസ്കരിക്കാൻ പറഞ്ഞ്? അത് നിന്റെ തന്നെ ഒരു പ്യൂരിഫിക്കേഷനാണ്. ഇന്ന സ്വലാത്ത് തൻഹാ അനിൽ ഫഹ്ശാ. നിന്റെ ചീത്തയെ തടയാൻ നിന്റെ നിസ്കാരത്തിന് കഴിയും. അപ്പം നിന്റെ ഒരു പ്യൂരിഫിക്കേഷനാണ് സത്യത്തിൽ എന്ത്? അപ്പം നിസ്കാരം നിന്നിലെ ഇപ്പം ഏതുപോലെ നിർബന്ധിച്ച് ഉമ്മ കുട്ടിയെ മരുന്നുടിപ്പിക്കും പോലെ ഇങ്ങനെ നിസ്കാരത്തിൽ പറയാം. നിർബന്ധിച്ച് രോഗിയായ കുട്ടിയെ ഉമ്മ നിർബന്ധിച്ച് മരുന്നുടിപ്പിക്കാം. ഇല്ലെങ്കിൽ തല്ലുമെന്ന് പറയാൻ ചിലപ്പോൾ തല്ലും ചെയ്യാം. കുട്ടിക്കട മരുന്ന് ഏർപ്പെട്ട കുട്ടി മരുന്ന് കുടിച്ചിട്ടില്ലെങ്കിൽ ഉമ്മാൻ്റെ തടിക്ക് വല്ല കേടുണ്ടോ? ഇല്ല. കുട്ടിയെ മരുന്ന് കുടിപ്പിക്കുന്നത് ആർക്ക് വേണ്ടി തന്നെയാണ്? കുട്ടിക്ക് വേണ്ടി തന്നെ. ഇതാണ് ഒരു ചെറിയ ഉദാഹരണം. ഞാൻ അപ്പുറത്ത് പറയാൻ കഴിയില്ല. ചെറിയ ഉദാഹരണം, പക്ഷെ അത് ഫിറ്റായ ഉദാഹരണമാണ്. ഇതന്നെയാണ് നിസ്കാരം. നിസ്കരിക്കണം ഇല്ലെങ്കിൽ നരകം എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയാണ്? കുട്ടിക്കട എന്ന് പറയുമ്പോൾ തന്നെയാണ്. നിസ്കാരമാണല്ലോ അഫ്ദൽ അഅ്മാലിൽ ബദനിയത്തി കുല്ലിഹ. തടി കൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും വലിയ അമലാണ് എന്താണ്? നിസ്കാരം. അതെന്നെ എങ്ങനെയാണെങ്കിൽ പിന്നെ വേറെ ആവശ്യമില്ല. നോമ്പ്, അള്ളാഹ്ക്ക് നോമ്പിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെ നോമ്പ് വിളിക്കണം എന്തിനാ? നിന്നെ നന്നാക്കാനാണ്. എന്നാണ് നോമ്പിലൊരു നന്നാകുന്ന ഘടകമുണ്ട്. ഷഹവാത്തിനെ നിന്നിൽ നിന്ന് മാറ്റി നിർത്തുക. കാരണം ഷഹവാത്താണ് മനുഷ്യൻ നശിപ്പിച്ച് കളയുന്നത്. അനൗചിത്യമായ വൈകാരിക താല്പര്യങ്ങൾ, ആ അനൗചിത്യമായ വൈകാരിക താല്പര്യങ്ങളെ നിന്നിൽ നിന്ന് മുറിച്ച് കളയണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ ഒരു പ്യൂരിഫിക്കേഷൻ എൻ്റെ ബോഡിയുടെ ഉള്ളിൽ നടത്തണമെങ്കിൽ എന്ത് വേണം? നോമ്പ് വേണം. ഒരു പെണ്ണിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരാൾ എണീറ്റ് ഹബീബ നബിയോട് പറഞ്ഞു. ഒരു പെണ്ണ് ഹിജറ വന്നതോ മറ്റോ സദസ്സിൽ പറഞ്ഞപ്പോൾ ഹബീബ നബി പറഞ്ഞു, സബ്ജിനിഹ, ആ പെണ്ണിനെ എനിക്ക് കെട്ടിച്ചില്ല നബി. അപ്പോൾ
അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, ചെലവിന് കൊടുക്കാൻ കഴിയുമോ? ഫഖാലല്ല, അത് കഴിയൂല. അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, മനിസ്തതഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്, ചെലവിന് കൊടുക്കാൻ കഴിയുമെങ്കിൽ കിട്ടിയാൽ മതി. വമൻ ലം യസ്തതി, അപ്പോൾ ഒരാൾക്ക് ചെലവിന് കൊടുക്കാൻ, പെണ്ണിനെ ചെലവ് കൊടുക്കാൻ കഴിയൂലെങ്കിലോ ഫഅലൈഹി ബിസ്സൗം, ഒന്നും പറ്റൂട്ടെ. അതൊരു മനസ്സിലായില്ല, അമിത ഒരു വൈകാരികത ഓനിലുണ്ടല്ലോ. അപ്പോൾ ഈ വൈകാരികതയെ ഒതുക്കാൻ പിന്നെ അവന് എന്താ മാർഗം? നോമ്പ് വിൽക്കുക. അപ്പം നോമ്പ് മനുഷ്യൻ്റെ അമിതമായ വൈകാരികതയും അനൗചിത്യമായ കാര്യങ്ങളെയും ഇല്ലാതാക്കാൻ നോമ്പിന് കഴിയും എന്നതുകൊണ്ടാണ് അവിടെ നോമ്പിനെ പറഞ്ഞത്. അപ്പം അത് എന്നും നോമ്പിലുണ്ട്. അവൻ നോമ്പിൻ്റെ ലാഭം പടച്ചോനല്ല, ആർക്ക് തന്നെയാണ്? പറ മക്കളെ, നമുക്ക് തന്നെയാണ്. അതെന്തും അങ്ങനെയാണ്, എന്തും അങ്ങനെയാണ്. അപ്പം മനുഷ്യൻ അടിസ്ഥാനപരമായി ബഖീലാണ്. ഒരു ബുഖില് മനുഷ്യനുണ്ടാവും, അടിസ്ഥാനം അങ്ങനെ മനുഷ്യൻ. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ ഇദാ മസ്സഹു ശർറു ജസൂഅ വഇദാ മസ്സഹുൽ ഖൈറു മനുഅ. കൊടുക്കുക എന്നുള്ള മനുഷ്യന് അടിസ്ഥാനപരമായി മനുഷ്യന് ഭയങ്കര പ്രശ്നമാണ്, കൊടുക്കൽ. അപ്പോഴാണ് അല്ലാഹു തആല ആ ദുഷ്ടഗുണം, ദുർഗുണമാണ്, ആ ദുർഗുണത്തെ ഇല്ലാതാക്കാൻ വേണ്ടി നിർബന്ധമാക്കിയതാണ് എന്ത്? സക്കാത്ത്. കൊടുക്കാനും കഴിയണം, വാങ്ങാൻ കഴിഞ്ഞാൽ പോരാ, എന്തിന് കഴിയണം? അതൊരു ദുർഗുണമാണ് കൊടുക്കാതിരിക്കൽ. അപ്പോൾ കൊടുക്കാൻ നിർബന്ധിച്ചു, അപ്പോൾ കൊടുക്കേണ്ടി വന്നു. കൊടുത്തു തുടങ്ങിയാൽ പിന്നെ കൊടുത്തോളും. മനസ്സിലായില്ല? കൊടുത്തു തുടങ്ങാനാണ് ഇടങ്ങേറ്. ചില കണ്ടില്ലേ ഈ ജാതി എന്താ പറയുക, മകരമാസത്തിൻ്റെ ഈ മഞ്ഞുകാലത്ത് വെള്ളത്തിക്ക് ഇറങ്ങാൻ മടിയാണ്. വലിച്ച് രാവിലെ കുളത്തിക്കണ്ട് ഇറക്കിയാലോ പിന്നെ കയറൂല. വലിച്ചിട്ട് തന്നെ വെള്ളത്തിക്കണ്ട് ഇട്ടാൽ മതി, ഇവിടെ ഇറങ്ങടാ. കാല് വെള്ളത്തിലായി, പിന്നെ ഇരിക്കാൻ മടി ഉണ്ടാവില്ല വെള്ളത്തിൽ, പിന്നെ നീന്താനും മടി ഉണ്ടാവില്ല, പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് പോരുകയെന്ന് പറഞ്ഞാൽ അവരോട് പോരുമില്ല. ഇതുകൊണ്ടാണ് സക്കാത്തിൻ്റെ 2.5%. അതൊരു കുളത്തിലിറങ്ങാൻ, മകരമാസത്തിലെ കുളത്തിലിറങ്ങാൻ വേണ്ടിയിട്ട്, മകരമാസത്തിലെ മഞ്ഞിൻ്റെ കൊടുന്തണുപ്പിൽ ഒരാളെ വെള്ളത്തിലിറങ്ങാൻ നിർബന്ധിക്കുമ്പോഴത്തെ ഒരു പണിയാണ് എന്ത്? 2.5% കൊടുക്കല്. കൊടുത്തു തുടങ്ങിയാലോ പിന്നെ ഒരു രസമായി മാറും. കൊടുക്കും, പിന്നെ കൊടുക്കാൻ തന്നെ ആയിരിക്കും. അപ്പൊ ദുർഗുണം നീങ്ങി. എല്ലാം അങ്ങനെയാണ്, എല്ലാം അങ്ങനെയാണ്. കൊടുത്തു. തല കൊടുക്കണം, തല കൊടുക്കണം. അല്ലാഹ് അല്ലാഹ് അല്ലാഹു ഇതൊക്കെ നല്ല കണക്ക് കയറണം. ഇതൊന്നും അടിസ്ഥാനപരമായി അള്ളാഹുവിന് ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. നന്ദി ചെയ്യുന്നത് അള്ളാഹു നിർബന്ധിച്ചത് നിന്നെ തന്നെ ദുർഗുണം മാറാൻ വേണ്ടി. ഇതുകൊണ്ടൊന്നും നീയും അള്ളാഹും തമ്മിലുള്ള ബന്ധം ഉണ്ടാകില്ല. കാരണം ബന്ധം ഉണ്ടെങ്കിൽ പിന്നെ നിസ്കരിച്ചോലെ എന്തിനാ നരകത്തിലിട്ട് ഫവൈലുല്ലിൽ മുസല്ലി. ഒരൊറ്റ കാര്യമാണ് നീയും റബ്ബും തമ്മിൽ ബന്ധമുണ്ടാക്കുന്നത്. നീ ആജിസാണെന്ന് ബോധ്യപ്പെടുത്തുക, നീ ഫാഖിദാണെന്ന് ബോധ്യപ്പെടുത്തുക. നീ ആജിസ്, നീ അശക്തൻ, നീ ലഈഫാണെന്ന് ബോധ്യപ്പെടുത്തുക. നീ ദുർബലൻ, നീ ഫാഖിദാണ്, ഇല്ലാത്തവൻ, നീ ഫഖീറാണെന്ന് ബോധ്യപ്പെടുത്തുക. അവിടെയാണ് അള്ളാഹു നീ തമ്മിൽ ബന്ധം നിലനിർത്തുക. അതിനൊരൊറ്റ കർമ്മേ ഉള്ളൂ, അത് ദുആയാണ്. ബസ്, കഴിഞ്ഞു, വേറൊന്നുമില്ല. മനസ്സിലായില്ല? നിങ്ങൾക്ക് ചിന്തിക്കണം. നിങ്ങളിൻ്റെ കൂടെ ഉണ്ടാ? കഴിഞ്ഞു, വർത്തമാനം കഴിഞ്ഞു. അതന്നെ മനസ്സിലായാലും കൂടി പറയാം. അവിടെ അള്ളാഹ്ക്ക് അങ്ങനെ ബോധ്യം. അതെന്താണ്?
നീ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണെന്ന് അള്ളാഹുവിലേക്ക് പറയുന്നത് പോലെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല ഒരു കാര്യമോ ഇല്ല. അവിടെ നീ ദാസനായി അവനുടമക്കാരനായി. നിസ്കാരം കൊണ്ട് നിനക്ക് തല ഉയർത്തിക്കാം. എന്തേ? നമ്മൾ നിസ്കരിച്ചു, കുറച്ചഞ്ഞ് കൂടി വന്നോട്ടെ. ദുആയാകണമെങ്കിൽ നിന്റെ അജ്സിനെ ബോധ്യപ്പെടുത്തണം, നിന്റെ അശക്തത. നിന്റെ ലോഫിനെ ബോധ്യപ്പെടുത്തണം, നിന്റെ ദുർബലത. നിനക്ക് പറഞ്ഞത് മനസ്സിലായി. നിന്റെ ഫഖ്റിനെ ബോധ്യപ്പെടുത്തണം, നിന്റെ ഇല്ലായ്മ. നിന്റെ ഫഖ്റിനെ ബോധ്യപ്പെടുത്തണം, നിന്റെ ആവശ്യകത. മനസ്സിലാവുള്ളൂ പറഞ്ഞത്. 5:30 സുബഹി ബാങ്ക്. 5:30 വരെയും തഹജ്ജുദ് നിസ്കരിക്കാം. എന്തോ ക്ഷീണം കൊണ്ട് കിടന്നുപോയി, ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ ക്ഷീണം കൊണ്ട് ബെഡിൽ ഉണർന്നിട്ടുണ്ട്, പക്ഷെ എണീക്കാനാണ് വയ്യ. അങ്ങനെ വരൂലേ? ഒന്ന് പറയും മനുഷ്യന്മാരെ, അങ്ങനെ വരൂലേ? ഷുഗർ അല്ലെങ്കിൽ എന്തോ ഒരു കാരണം വെയ്യ, എണീക്കാനാണ്. അല്ലെങ്കിൽ തലേന്ന് രാത്രി വല്ലാത്ത കുറച്ച് വെയിലും കൊണ്ട് അലഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പണിയിൽ ഏർപ്പെട്ടുകൊണ്ട് അന്ന് വെയ്യ, ഭയമായ പണി, പണി ആയതുകൊണ്ടാണ് വെയ്യ. ചില സമയത്ത് അങ്ങനെ മനുഷ്യന് വരുമല്ലേ? വരും. അപ്പം മൊബൈലൊക്കെ വെച്ചതാണ്, പക്ഷേ ഇങ്ങോട്ട് അടിച്ചു, അതവിടെ അടിച്ചുകൊണ്ടേ ഉണ്ട്, നമുക്ക് എണീക്കാൻ വയ്യ. പിന്നീട് എണീക്കുമ്പോൾ എണീക്കാണ്, അപ്പോൾ നോക്കുമ്പോൾ 5:30 അല്ലെങ്കിൽ 5:29 10 സെക്കൻഡ് കഴിഞ്ഞു, 20 സെക്കൻഡ് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തിന് നേരല്ല. ഇനി എണീറ്റിട്ട് ഏറ്റവും ചുരുങ്ങിയത് പോയിട്ട് എന്ത് ചെയ്യണം? ഒന്നെടുക്കണം. അവിടെ ഞാൻ നേരല്ല. തഹജ്ജുദ് പോയിട്ട് എന്തിനും നേരല്ല. ഒന്നല്ല, എന്നാലും ഇത് കുടുങ്ങിയിട്ടില്ല. ഇങ്ങനെ പറഞ്ഞാൽ മതി. അത്രയല്ലേ അള്ളാഹ്ക്ക് ആവശ്യമുള്ളൂ. റബ്ബേ ബസ്, ഇപ്പോൾ ഏറ്റവും നല്ല കർമ്മം ചെയ്തു കഴിഞ്ഞു. എന്ത്? റബ്ബേ റബ്ബേ ബസ്. ഒന്നും പറയാൻ കിട്ടിയില്ല. അപ്പോഴത്തേനും മൊല്ലാക്ക അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഒന്നും പറയാൻ കിട്ടിയില്ല, ഒന്നും പറയാൻ നേരം കിട്ടിയില്ല. നല്ല നേരം കിട്ടിയിട്ടുണ്ട്. എന്ത്? റബ്ബേ. അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ ദുർബലനാണ് കേട്ടാ, ഞാൻ ശക്തനാണ്, ഞാൻ ഫക്കീറാണ്, ഞാൻ മുഹ്താജാണ്, ഒന്നുമില്ലാത്തവനാണ്. അപ്പം അല്ലാഹു തആല പാതിരാത്രി മുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് തഹജ്ജുദ് നിസ്കരിക്കാൻ ആരെങ്കിലും ഉണ്ടോയെന്നല്ല. പിന്നെന്താ? പറയും കുട്ടികളെ, ഹൽമിൻ സായിന് ചോദിക്കണോരാരെങ്കിലും ഉണ്ടോയെന്നല്ലേ അല്ലാഹു ചോദിക്കണുള്ളൂ. അതിന് ചോദിച്ചല്ലോ. അപ്പോഴത്തേന് 1 മിനിറ്റോട് ബാങ്ക് കൊടുത്തു, കഴിഞ്ഞു. എന്നാലും ഏറ്റവും വലിയ കർമ്മം ചെയ്തു കഴിഞ്ഞു. എന്താണ് ചോദിക്കാം? മനസ്സിലായി പറഞ്ഞത്? പട്ട് വളരെ ചിന്തിക്കണം. ഞാൻ ഇപ്പോൾ ഈ വെള്ളിയാഴ്ച രാവിലെ സുബഹി നിസ്കരിച്ചത് മൂത്തേടത്ത് നിന്ന് പുറപ്പെട്ടാൽ എത്തൂല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചെങ്കിൽ 4 മണിക്ക് എണീറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് പിന്നെ നേരം ഇങ്ങോട്ട് വരും. കാരണം 6 മണിയാകുമ്പോൾ ഇങ്ങോട്ട് എത്തണമല്ലോ എന്ന് വിചാരിച്ച് വേഗം പോരും. അപ്പോൾ നിസ്കരിച്ച് ഓടുന്ന തിരക്ക്, അങ്ങനെ ഓടി വണ്ടി കയറി. അങ്ങനെ പൂരാണ്. ഏകദേശം നിലമ്പൂര് കഴിഞ്ഞു, അവിടെ പുറം അതും കഴിഞ്ഞപ്പോൾ അങ്ങനെ കഴിഞ്ഞു. മേലെ കയറി ഇങ്ങനെ ഇറങ്ങുകയാണ്, അവിടെ ഇറക്കിറങ്ങുക. അപ്പോൾ ഓർമ്മ വന്നു, പഠിച്ചോനെ മനസ്സറിഞ്ഞൊരു ദുആ നടത്തിയില്ലല്ലോ. അപ്പോൾ അതാണല്ലോ കർമ്മം നിസ്കാരമല്ല, തഹജ്ജുദും അല്ല. പഠിച്ചോനെ അല്ലാ, പഠിച്ചോനെ റബ്ബേ അല്ലാ, പഠിച്ചോനെ ജിന്നെ മാപ്പാക്കണേ എന്ന് പറഞ്ഞ് പൂർത്തിയായില്ല. പറഞ്ഞു, ആ ദുആ പൂർത്തിയായില്ല. അപ്പോഴത്തേനിട്ട് ആണയിലെ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തു. എന്നാലും അൽഹംദുലില്ലാ എന്തായല്ലോ. ദിക്റൊക്കെ ചൊല്ലിയിട്ടുണ്ട്, ദിക്റിനോടനുബന്ധിച്ചതൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും നമ്മൾ മനസ്സറിയില്ല. അവിടെ നമ്മൾ എണ്ണാണ് നോക്കുക. അത് മനസ്സിലായല്ലോ. അതേസമയത്ത് ഇവിടെ നമുക്ക് ഭാഷ ഇല്ല. ഇതിൽ ഞാൻ ഇതേ സമയത്ത് ഇന്തോനേഷ്യൻ ഭാഷയിലാണ് പറയുക. മനസ്സിലായല്ലോ? റബ്ബിൻ്റെയും അടിമയുടെയും ഉടമയുടെയും ഇടയിൽ അവിടെ ഭാഷ ഇല്ല. ലണ്ടനിലുള്ള ആള് അയാൾ ഇംഗ്ലീഷിലാണ് പറയുക, അമേരിക്കൻ ഇംഗ്ലീഷിലാണ് പറയുക, സ്പെയിനിലെ ആൾ സ്പാനിഷിലാണ് പറയുക, ഫ്രാൻസിലുള്ള ആൾ ഫ്രഞ്ചിലാണ് പറയുക. അവിടെ ഭാഷയുടെ അതിർവരം ആർക്കിടയിലില്ല. ഇബാദത്തിൽ ഭാഷ ഉണ്ട്,
എന്നാൽ ദുആയിൽ ഭാഷയില്ല. ഇനി ചിലപ്പോൾ ഭാഷയും വേണ്ട. ഇന്നൽ കലാമ ലഫിൽ ഫുആദി വ ഇന്നമാ അജുഇല ലിസാനു അലൽ ഫുആദി ദലീല. ഇത് ഒരു കവിതയാണ്, അതിമനോഹരമായ കവിതയാണ്. ഇന്നൽ കലാമ ലഫിൽ ഫുആദി വ ഇന്നമാ ജുഇല ലിസാനു അലൽ ഫുആദി ദലീല. അതിമനോഹരമായ കവിതയാണ്. എഴുതിയേക്കണം മക്കളെ, എഴുതിയേക്കണം. ഇന്നൽ കലാമ ലഫിൽ ഫുആദി വ ഇന്നമാ جعل اللسان على الفؤاد دليلا. ونورا إن الكلام لفي الفؤاد وإنما إن الكلام لفي الفؤاد وإنما جعل اللسان على الفؤاد دليلا. إن الكلام لفي الفؤاد. ഇന്നൽ കലാമ ലഫിൽ ഫുആദി. യഥാർത്ഥത്തിൽ സംസാരം ഹൃദയത്തിലാണ്, എവിടെയല്ല, അതിലല്ല. നീ പഠിച്ചോനേന്ന് പറഞ്ഞിട്ടില്ലല്ലോ, പഠിച്ചോനേന്ന് മനസ്സിൽ പറഞ്ഞിട്ട് പിന്നെയും ചില മൈക്രോ സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് നാവിലെത്തുക. അപ്പോഴത്തേനും വാങ്ങിക്കൊടുത്താലും ഇജ്ജ് പേടിക്കണ്ട, യഥാർത്ഥ സംസാരം നടന്നു കഴിഞ്ഞു. എവിടെ? ഹൃദയത്തിൽ. ഇത്രേ ആവശ്യമുള്ളൂ. അതില്ലെങ്കിൽ പിന്നെ ഇതിനൊന്നും വിലയില്ല. അതില്ലാതെ നിസ്കരിച്ചോ വിലയില്ല, അതില്ലാതെ നോമ്പോച്ചോ വിലയില്ല. പണ്ടത്തെ നോമ്പാരും ഇന്നത്തെ നോമ്പാരും വ്യത്യാസമുണ്ട്. പണ്ടത്തെ നോമ്പാർ ദുആ മാത്രം നടത്തുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് സലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അതൊക്കെ ഇവിടെ ചില സംഘടനകൾ ഇല്ലാതെയാക്കി. അതിന് അത് ലൈഫായ ഹദീസാന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണക്കാർ അത് മെല്ലെ മെല്ലെ ആക്കി ഇപ്പം നിർത്തി. ആയിരക്കണക്കായ കൊല്ലങ്ങൾ മുഅ്മിനീങ്ങൾ ചൊല്ലി നടന്നൊരു ദിക്റാണ് ഇപ്പം നാട്ടിൽ കേൾക്കാനില്ല. പള്ളിയിൽ നിന്ന് നിസ്കാരം കണ്ടി ചെല്ലിയെങ്കിൽ ചെല്ലി. പണ്ട് അങ്ങനെയല്ല. ഉള്ളി തോല് കളിക്കുമ്പോൾ വല്യമ്മ ചെല്ലും, ഇപ്പോഴും ഓർമ്മയുണ്ട്. കിണറ്റിന് പോകുമ്പോൾ ചെല്ലും, കിണറ്റിന് വെള്ളടിച്ച് വരുമ്പോൾ ചെല്ലും, എണീക്കുമ്പോൾ ചെല്ലും, ഇരിക്കുമ്പോൾ ചെല്ലും. നോമ്പ് കാലത്ത് ഏത് അതിലൊറ്റ വാക്ക് അടിത്തറയാ, ബാക്കി 3 വാക്കും ദുആയാ. അത് അടിത്തറയാ. പിന്നെ അത് ദുആയാ. അസ്അലുക്കൽ ജന്നത ദുആയാ, വഅഊദു ബിക മിനൻ നാർ ദുആയാ. ആണോ അല്ലേ? ഒരു അടിത്തറ വെച്ചിട്ട് ബാക്കിയൊക്കെ ദുആയാ. എന്താ മുൻഗാമികൾ ജയിച്ചോല. എന്തുകൊണ്ട്? വസ്വാസിലാക്കുന്ന സംഘടനകൾ ആ കാലഘട്ടത്തിൽ ഇല്ല. ഇന്നിപ്പോൾ ഒരാൾ അത് ചെല്ലണം എന്ന് പറഞ്ഞാൽ 100 ആൾ തിരിച്ച് മറ്റേ എന്തായാലും പറയാം, വാട്സപ്പിൽ എന്തായാലും പറയാം, യൂട്യൂബിൽ പുതിയ ഇതാർക്കും ലൈഫാണ്, മറ്റേതാണ്, മറിച്ചതാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. അതോടുകൂടെ പറയാനും പേടിയാണ്. എന്തുകൊണ്ട്? ചില ഹദീസിൻ്റെ ലൈഫായ സനദല്ലാത്ത സഹിയാസൻ്റെ നമുക്ക് കിട്ടാണ്ടാവില്ല. ഹദീസ് സഹിയായിരിക്കും, നമുക്ക് സെൻതിട്ടല്ല. എന്തുകൊണ്ട്? ആയിരക്കണക്കായ കൊല്ലങ്ങൾ കഴിഞ്ഞു, ഈ വലിയ വലിയ യുദ്ധങ്ങൾ നടന്നു, പല കിതാബുകളും നിധിയിലെറിഞ്ഞു, പുഴയിലെറിഞ്ഞു, ബയറിലെറിഞ്ഞു. തൈമൂറിൻ്റെ പട്ടാളത്തിന് നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയാണ് ടൈഗ്രീസ് നദിയിൽ ഹദീസിൻ്റെയും ഖുർആൻ്റെയും തഫ്സീറുകൾ പാലട്ട്. എന്നിട്ട് തൈമൂർ ചക്രവർത്തി ടൈഗ്രീസ് നദിയുടെ മുകളിലൂടെ പട്ടാളത്തെ നടത്തിക്കൊണ്ടായത്. ഈ സംഭവത്തെ വെച്ചുകൊണ്ട് പ്രഗത്ഭനോ ചിന്തകനായ വൈക്കം മുഹമ്മദ് ബഷീറിന് അനർഘ നിമിഷത്തിൽ പറയുന്നുണ്ട്, 6 മാസത്തിലേറെ ഈ ടൈഗ്രീസ് നദിയുടെ വെള്ളം കറുത്തുപോയി. 6 മാസത്തിലേറെ ടൈഗ്രീസ് നദിയിലെ വെള്ളം കറുത്തുപോയി. കാരണം ഈ കിതാബുകളിലുള്ള മഷി വലിച്ചെറിഞ്ഞു. അങ്ങനെ എത്ര ചെങ്കിസ് ഖാൻ വന്നപ്പോൾ 10,000 കിതാബുകൾ കൂട്ടിയിട്ട് ചുട്ടു. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അപ്പം ഇന്നൊരാൾ പറഞ്ഞ നമ്മളെ മുന്നിൽ കിതാബ് കാണിക്കാനുണ്ടാവില്ല പലതിനും. മനസ്സിലായല്ലോ? ചിന്തിക്കണം. അപ്പൊ ഇതൊന്നും ചിന്തിക്കാതെ മുൻഗാമികൾ പറഞ്ഞത് അങ്ങനെ തന്നെ പകർത്തിയൊരു കാലുണ്ട് ഇന്നലെ വരെ. ഇന്നിപ്പോൾ അത് പറയാൻ മടിയാ. കാരണം ഒരാൾ കേട്ടാൽ ലൈഫാന്ന് പറഞ്ഞാലോ. ആണോ അല്ലേ? പറയും മക്കളെ. അതേപോലെ നോമ്പിന്റെ റൂഹ, മറ്റേ നോമ്പ് കർമ്മ, ഇത് റൂഹ. കാരണം ഇതെന്താണ്? ദുആ.
പക്ഷെ അതുമല്ല, നമ്മളെ കുട്ടിക്കാലത്ത് ഒരു 50 വയസ്സ് കഴിഞ്ഞോല് കൈപൊക്കി. നമ്മളെ കുട്ടിക്കാലത്ത് ഇതല്ലാത്ത നോമ്പ് നമ്മൾ കണ്ടീനോ കേട്ടീനോ? ഇല്ല. ഇന്ന സാധനം കേൾക്കല്ല. ഇനി അടുത്ത് ഏതെങ്കിലും 4 ആൾ വാട്സപ്പിൽ യൂട്യൂബിൽ പറയും എന്ത് അത് പള്ളിയിൽ നിന്ന് ഇങ്ങനെ ചൊല്ലിക്കൊടുക്കൽ നിർത്തണം, അതിന് തെളിവില്ല. അപ്പം എന്തും നിർത്തും. പള്ളിക്കുള്ള കമ്മിറ്റിക്കാർ പറയും ആർക്കും വേണ്ടെങ്കിൽ ഇത് ഞങ്ങളെ ചൊല്ലി കൊടുക്കും, നിർത്തിക്കളി. അപ്പോൾ അടുത്ത തലമുറക്ക് കിട്ടുന്നല്ലേ. മനസ്സിലാവുണ്ട് പറഞ്ഞ്. പണ്ട് അങ്ങനെയല്ല. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ മുത്തക്കൈങ്ങൾ, അവർ കറാത്തിയത്തര. നമുക്ക് നാഫിഅ ഇൽമിനെ തരട്ടെ, മനസ്സറിഞ്ഞാൽ മീൻ പറയും. അല്ലാഹു നാഫിഅ ഇൽമിനെ തരട്ടെ. നമ്മുടെ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് അലന്നബി സ്വല്ലല്ലാഹു അലൈഹി. ദുആ നിസ്കരിക്കുന്നവരെ നരകത്തിലിടുമെന്ന് ഖുർആനിലുണ്ട്. ദുആ ചെയ്യുന്നവരെ നരകത്തിലിടുമെന്നൊരായത്ത് ഖുർആനിലില്ല, ഹദീസിലില്ല. എന്തേ? അതിൽ അലാഖത്തു ബൈന റബ്ബി വ ബൈന അബ്ദിഹി, അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധം ഒന്ന് മാത്രമാണ്. എന്ത്? ദുആ. ദുആയിൽ അബ്ദു ഫഖീറായി, മറ്റൊക്കെ തൊഴിലാളിയാണ്. നമ്മൾ നിസ്കരിക്കണില്ലേ? പഠിച്ചോ എന്താ കൂടി എന്നാൽ മനസ്സിലായില്ലേ? ചിന്തിക്കണം, ചിന്തിക്കുക. അപ്പം എന്തെന്ന് രാത്രി ചെയ്യാനുള്ളത്? നോമ്പ്, ദുആ. നാളെ പകലെന്താ? നാളെ നോമ്പ് വിൽക്കും. സാലിങ്ങളൊക്കെ മുങ്കാളികളൊക്കെ നോമ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോമ്പ് വിൽക്കും. ചിലപ്പോൾ നമ്മളതിൻ്റെ സിഹത്ത് കിട്ടിയിട്ടുണ്ടാവില്ല. ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മളെ അമ്മയും വല്യമ്മയും വല്യപ്പയും നോമ്പ് വിൽക്കണം നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ കെലിമേലി മരിക്കണോ കണ്ടിട്ടുണ്ട്. അവർക്ക് വലിയ സംഭവമാണ്. എന്ത് ചെയ്യും? എന്തെങ്കിലും ചീരനുണ്ടാക്കി പള്ളി കൊണ്ടുപോകും. മേറാജ് ഇല്ലേ? സത്യം പറയാൻ ഇല്ലേ? ഒക്കെ സ്വാലിങ്ങളെ മരിച്ചു പോയിട്ടുണ്ട്. എന്താ അവിടെ നടക്കുക? കൂട്ടമായ ദുആ. പോകുമ്പോൾ തന്നെ നടക്കുക ദുആ. ഒറ്റ കാര്യം മറക്കരുത്, ഒരു കാര്യം മറക്കരുത്. എന്ത് ചെയ്താലും ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നഷ്ടമാണ്. ഒന്ന് നേരം കിട്ടിയാൽ ഇതിന് നേരം കിട്ടി മതി. മിൻസായിലിന് ചോദിക്കുന്നവർ യാചിക്കുന്നവരുണ്ടോ എന്നാ അള്ളാഹ് എല്ലാ രാത്രിയും ചോദിക്കും. യാചിക്കുന്നവരുണ്ടോ, 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 യാചിക്കുന്നവരുണ്ടോ. അള്ളാഹു ആ യാചിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ തീർത്തിരട്ടെ. നമ്മളൊക്കെ ഫക്കീറന്മാര്, അള്ളാഹുവിലേക്ക് ഫക്കീറാകണ ഒരൊറ്റ പോയിന്റ് ഇത് വേണം. അപ്പോൾ ഒരാൾ ഉംറക്ക് പോയി. ഉംറയിൽ എന്താ ചെയ്യാനുള്ളത്? പറയും എന്താ ചെയ്യാനുള്ളത്? ഹജ്ജിന് പോയി. ഹജ്ജിൻ്റെ ഒരു പുസ്തകത്തിലുണ്ട്. ഹജ്ജിന് ഇവിടെ ഈ ദിക്റാണ്, അവിടെ ആ ദിക്റാണ്. ഒരു ദിക്റും ചൊല്ലിയില്ല. ഞാൻ ദിക്റൊക്കെ ചൊല്ലി. എന്താ കാര്യം? അനക്ക് വേറെയുള്ള ചിന്തയിലിരുന്നു. എന്താ കാര്യം? മനസ്സിലായി പറഞ്ഞത്? ഇതേ കാര്യം. അതേ സമയത്ത് ഇവിടുന്ന് ഇറങ്ങിയിട്ട് തിരിച്ചു വരുന്നത് വരെ ഞാൻ 5 വക്ത് നിസ്കരിച്ചിട്ടുണ്ട് നിർബന്ധം. ബാക്കിയുള്ള നേരമൊക്കെ എന്താ ചെയ്ത് ജനടി. കാരണം ഇതിപ്പോൾ അടിമയും അവനിപ്പോൾ ഉടമയാണ്. എന്താ ഹജ്ജിന് ചെയ്യാനുള്ളത്? ഹജ്ജിന്റെ ആയത്ത് പറഞ്ഞ ഉടനെ അൽ ബഖറ പറഞ്ഞത് എന്താ? റബ്ബനാ ആതിനാ ഫമിൻഹും വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അൽ ബഖറ ഏതാണ് ആയത്ത്? എത്ര നമ്പർ നോക്കിയ ഒരാൾ പെട്ടെന്ന്? അൽ ബഖറ അല്ലേ മോനെ? അത് منهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ദുആ. ഹബീബ റസൂലുള്ളാഹ് ഹജ്ജിൽ കൂടുതൽ ദുആ ചെയ്തത് ഇതാണ്. കാന മിൻ അക്സരി ദുആഇഹി, ഹബീബ റസൂലുള്ളാഹിയുടെ ഏറ്റവും കൂടുതലുള്ള ദുആ ഹജ്ജിൽ ഹബീബ റസൂലുള്ളാഹ് ഏറ്റവും കൂടുതൽ ദുആ ചെയ്തത് റബ്ബനാ ആതിനാ. അത് 201. ഇത് ചില മക്കളെ 201 അൽ ബഖറ 201. فإذا قضيتم مناسككم فاذكروا الله كذكركم آباءكم أو أشد ذكرا. ഹജ്ജിന്റെ അമലുകളൊക്കെ കഴിഞ്ഞാലും അല്ലാഹുവിനെ ഓർക്കുന്ന പണി നിർത്തണ്ട.
فمن الناس من يقول ربنا آتنا في الدنيا ربنا آتنا في الدنيا എന്ന് മാത്രം പറയും, അത് പോരാ. 200 അൽ-ബഖറ 200. ومنهم من يقول ربنا آتنا, ഹജ്ജിന്റെ അമലൊക്കെ കഴിഞ്ഞു, എന്നാലും നിങ്ങൾ എന്ത് നിർത്തരുത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ഈ അടുത്ത ദിവസം, ഈ അടുത്ത കാലത്ത് ദുആന്റെ ആദാബ് പറഞ്ഞ കൂട്ടത്തിൽ ഒരു സ്വാലിഹായ ഒരു വയസ്സായ ആളിനോട് പറഞ്ഞു, ദുആ കഴിഞ്ഞാലും കൈ വലിക്കരുതേ. ദുആ കഴിഞ്ഞു, എന്നാൽ കൈ വലിക്കണ്ട, ഒരു 4 സെക്കൻഡ് 5 സെക്കൻഡ് അവിടെ കൈ വെച്ചാളാ. എന്നോട് സ്വാലിഹായ എന്നെക്കാൾ വയസ്സുള്ള ഒരു മനുഷ്യൻ, ഒരാള് ദുആ കഴിഞ്ഞിട്ടുള്ള ആദാബ് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ദുആ കഴിഞ്ഞാൽ ഉടനെ വസല്ലല്ലാഹു എന്ന് പറഞ്ഞിട്ട് കൈ വലിക്കണ്ട, അവിടെ വെച്ചാളാ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി സയ്യിദനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. ഇനിയും കൈ വലിക്കണ്ട. നമ്മളുണ്ടല്ലോ, ഒരു മനുഷ്യനോട് നമുക്കൊന്ന് കിട്ടാണ്ടെങ്കിൽ ഓനോട് പറയാനുള്ള വർത്താനം പറഞ്ഞു കഴിഞ്ഞാലും ഒന്ന് നീട്ടണ്. അത് യാചനന്റെ അവസാനത്തെ യാചനയാണ്. വർത്താനം പറയൽ കഴിഞ്ഞു, എന്നിട്ട് എന്ത് വലിച്ചില്ല. ഇപ്പം വർത്താനം പറഞ്ഞു, എടാ ഇജ്ജ് എന്തെങ്കിലും എനിക്ക് തരണട്ടോ, എൻ്റെ കയ്യിലൊന്നുമില്ല. ഇത് വാക്ക് കഴിഞ്ഞു, എന്ത് കഴിഞ്ഞില്ല, കൈ വലിച്ചില്ല. കൈ വലിക്കാതിരിക്കുക എന്നത് ഈ യാചനന്റെ അവസാനത്തെ യാചന. ഇനി വർത്താനൊന്നുമില്ല, എന്നാലും കൈ വലിച്ചില്ല. എങ്കിൽ ഇങ്ങനെ യാചിക്കേണ്ട ആൾ ആരാണ്? പറ, അല്ലാഹു ആണ്. ഒരു 2 സെക്കൻഡെങ്കിലും കഴിഞ്ഞു, സ്വലാത്തും കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞു, എന്നാലും കയ്യിപ്പ് നീട്ടി മൊലാളിൻ്റെ അടുത്തേക്കല്ല, വലിയ ഒരാളിൻ്റെ അടുത്തേക്കാണ്. എന്നൊക്കെ പറഞ്ഞ മനസ്സിലായില്ലേ? ചിന്തിക്കും. അത് ഞാൻ പിന്നെ എനിക്കത് ഭയങ്കര ഹൈറായി തോന്നി. സത്യമാണ് പറഞ്ഞത്. കാരണം നമുക്ക് പൂതി കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താക്കും? പിന്നെ ഒഴിവാക്കിയതിട്ടാ പിന്നെ അങ്ങനെ കൈ നീട്ടേണ്ട ഒരാൾ ആരാണ്? അല്ലാഹു മാത്രം. അവിടെ ബന്ധം. നീ ഒന്നും ചെയ്തില്ല, അള്ളാഹനെ ശിക്ഷിക്കൂല. അവൻ അത്രയും വലിയ ഓഫറാണ്, കാരണം യാചിച്ചവനാണല്ലോ. മനസ്സിലാവുണ്ട് പറഞ്ഞത്?